നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന ഒരു കാലത്താണ്. 5-10 വർഷം മുൻപൊക്കെ നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് വെറും സാധാരണ സംഭവങ്ങളായി മാറിയിട്ടുണ്ട്. ചാറ്റ് ജിപിടിയും ജെമിനിയും ഒക്കെ വന്ന് നമ്മുടെ ജോലിയുടെ രീതിയൊക്കെ മാറ്റിമറിച്ചു. എന്നാൽ ടെക് ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് AGI, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിലിക്കൺ വാലിയിൽ നിന്നും ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: യന്ത്രങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമോ? എൻവിഡിയ CEO ജെൻസൺ ഹുവാങ് മുതൽ ഇലോൺ മസ്ക് വരെ ഈ വിഷയത്തിൽ വലിയ പ്രവചനങ്ങൾ നടത്തി കഴിഞ്ഞു. എന്താണ് ഈ AGI? ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീയുടെ കണ്ടുപിടുത്തമോ ചക്രത്തിന്റെ ആവിർഭാവമോ പോലെ മാനവരാശിയെ അടിമുടി മാറ്റാൻ ശേഷിയുള്ള ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് കൃത്രിമ ബുദ്ധിയാണ്. എന്നാൽ ഇന്ന് ചർച്ചകൾ കേവലം AI-യിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശാസ്ത്രലോകവും ടെക് ലോകവും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് AGI എന്ന പ്രതിഭാസത്തിലേക്കാണ്. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും AGI എത്തിക്കഴിഞ്ഞു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇടയ്ക്കിടെ ഉയരാറുണ്ട്. നമ്മളിന്ന് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം സാങ്കേതിക വിദ്യകളും നാരോ AI എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയെ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം പ്രാവീണ്യമുള്ള വിദഗ്ധരായി കാണാം. ഉദാഹരണത്തിന്, നമ്മുടെ സ്മാർട്ട് ഫോണിലെ സീരിയോ, അലക്സയോ വോയിസ് അസിസ്റ്റന്റുകളായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ അവയോടൊരു സങ്കീർണമായ സോഫ്റ്റ്വെയർ കോഡ് എഴുതാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി തയ്യാറാക്കാനോ ആവശ്യപ്പെട്ടാൽ അവ പരാജയപ്പെടും. അതുപോലെ തന്നെയാണ് ഗൂഗിൾ മാപ്സ്. കൃത്യമായ വഴി കാണിച്ചു തരാൻ ഇതിന് കഴിയുമെങ്കിലും ഒരു കവിത എഴുതാൻ ഇതിന് സാധിക്കില്ല. ഈ സംവിധാനങ്ങൾ അവയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവയ്ക്ക് സ്വന്തമായ ബോധമോ സാമാന്യ ബുദ്ധിയോ ഇല്ല. ഇത് നൽകിയിരിക്കുന്ന ഡാറ്റയിൽ നിന്നും പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് നാം സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം മാത്രം അതിവിദഗ്ധമായി ചെയ്യുന്ന യന്ത്രബുദ്ധി. ഇനി എന്താണ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്? നമുക്ക് ചുറ്റുമുള്ള AI-യെ കുറിച്ച് ആദ്യം പറയാം. ഗൂഗിൾ മാപ്സ്, സിരി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഫേസ് അൺലോക്ക് ഫീച്ചർ, ഇതിനെയൊക്കെ നമ്മൾ നാരോ AI എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു പ്രത്യേക കാര്യത്തിൽ എക്സ്പേർട്ട് ആണ് ഇവർ. ഗൂഗിൾ മാപ്സിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അത് നടക്കില്ല, കാരണം അതിൻ്റെ പ്രോഗ്രാമിംഗ് വഴി കാണിക്കാൻ മാത്രമുള്ളതാണ്. എന്നാൽ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നത് ഒരു ജനറലിസ്റ്റ് ആണ്. അതായത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏത് ബൗദ്ധിക ജോലിയും അതേ നിലവാരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനം. ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ച അറിവ് മറ്റൊരു സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ, അതായത് നോളജ് ട്രാൻസ്ഫറിനും കഴിയും. ലളിതമായിട്ട് പറഞ്ഞാൽ മനുഷ്യബുദ്ധിയുടെ ഡിജിറ്റൽ കോപ്പിയാണിത്. മനുഷ്യബുദ്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വഴക്കമാണ്, അതായത് ഫ്ലെക്സിബിലിറ്റി. ഒരു കാര്യത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ബാലൻസിങ്ങിനെ കുറിച്ച് ലഭിക്കുന്ന ധാരണ പിൽക്കാലത്ത് മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സമാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഉപകരിക്കും. എന്നാൽ നിലവിലെ AI സംവിധാനങ്ങൾക്ക് ഇത്തരത്തിൽ അറിവ് കൈമാറ്റം, നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് AGI എന്ന വിദ്യ യാഥാർത്ഥ്യമാകുമ്പോൾ യന്ത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ലെക്സ് ഫ്രീഡ്മാനുമായുള്ള പോഡ്കാസ്റ്റിൽ ജെൻസൺ ഹുവാങ് നടത്തിയ പ്രസ്താവന AGIയെ കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു. നമ്മൾ AGI കൈവരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു യന്ത്രം എന്ന നിലയിലല്ല, മറിച്ച് കഴിവിനെ, അതായത് കേപ്പബിലിറ്റി അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഒരു $100 കോടി മൂല്യമുള്ള ഒരു കമ്പനി തനിയെ കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ സങ്കീർണമായ വ്യവസായങ്ങൾ നിയന്ത്രിക്കാനോ ഒരു AI-ക്ക് കഴിയുമെങ്കിൽ അതിനെ AGI എന്ന് വിളിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇവിടെയാണ് AGI-യുടെ നിർവചനം മാറുന്നത്. പലപ്പോഴും ശാസ്ത്രജ്ഞർ AGI-യെ മനുഷ്യന്റെ ബോധമനസ്സുമായി, കോൺഷ്യസ്നസ്, അതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ബിസിനസ് ലോകം അതിനെ പ്രവർത്തനക്ഷമതയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് വലിയൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട്: യന്ത്രം മനുഷ്യനെ പോലെ അനുഭവിക്കണോ അതോ മനുഷ്യനെ പോലെ പ്രവർത്തിക്കണോ എന്നുള്ളത്. AGI എപ്പോൾ വരുമെന്ന കാര്യത്തിൽ ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞർക്കിടയിൽ പോലും ഏക അഭിപ്രായമില്ല. AI-യുടെ പിതാക്കന്മാരിൽ ഒരാളായ ജെഫ്രി ഹിൻടൺ മുതൽ മെറ്റയുടെ ചീഫ് സയന്റിസ്റ്റ് യാൻ ലെക്കൂൻ വരെ ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ AI സംവിധാനങ്ങൾക്ക് പലപ്പോഴും യുക്തിസഹമായ ചിന്താശേഷി, റീസണിംഗ് ഇല്ല എന്നാണ് ലെക്കൂൻ വാദിക്കുന്നത്. അവയ്ക്ക് ഭാഷാപരമായ അറിവുണ്ടെങ്കിലും ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവില്ല. ഗൂഗിൾ ഡീപ് മൈൻഡിന്റെ ഡെമിസ് ഹസാബസ് അഭിപ്രായപ്പെടുന്നത് AGI അടുത്ത 5-8 വർഷത്തിനുള്ളിൽ സംഭവിക്കാമെന്നാണ്. എന്നാൽ ഇതിനായിട്ട് വലിയ
സാങ്കേതിക മുന്നേറ്റങ്ങൾ ആവശ്യമാണ് എന്നും അദ്ദേഹം കരുതുന്നു. അതേസമയം എലോൺ മസ്കിനെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത് 1-2 വർഷത്തിനുള്ളിൽ തന്നെ AGI നമ്മുടെ ഇടയിലെത്തുമെന്നാണ്. ഇത്തരം പ്രവചനങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം സൂചിപ്പിക്കുന്നത് AGIയുടെ മാനദണ്ഡങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് എന്നതാണ്. നിലവിലെ AI നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സന്ദർഭങ്ങളെ, അതായത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു തമാശയോ പരിഹാസമോ തിരിച്ചറിയാൻ മനുഷ്യർക്ക് എളുപ്പമാണ്, എന്നാൽ യന്ത്രങ്ങൾക്ക് ഇതിന് പിന്നിലെ വികാരം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ തുടർച്ചയായ പഠനം, കണ്ടിന്യൂസ് ലേണിംഗ്, AGIയുടെ വികസനത്തിൽ വലിയൊരു തടസ്സമാണ്. ഇന്നത്തെ AIകൾ ട്രെയിനിങ് ഘട്ടം കഴിഞ്ഞാൽ പുതിയ വിവരങ്ങൾ സ്വയം പഠിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്നു. പുതിയ അറിവ് ലഭിക്കുമ്പോൾ പഴയത് മറന്നുപോകുന്ന കാറ്റാസ്ട്രോഫിക് ഫൊഗറ്റിംഗ് എന്ന അവസ്ഥയും ഇവ നേരിടുന്നുണ്ട്. മാത്രമല്ല, AGI ഉണ്ടാക്കിയേക്കാവുന്ന സാമൂഹിക ആഘാതങ്ങളെക്കുറിച്ചും വലിയ ആശങ്കകളുണ്ട്. മനുഷ്യന്റെ ജോലി സാധ്യതകളെ ഇത് എങ്ങനെ ബാധിക്കും? യന്ത്രങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ? ഇത്തരം ധാർമ്മികമായ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തിയാൽ എന്നാൽ മാത്രമേ AGIയിലേക്കുള്ള യാത്ര പൂർണ്ണമാകൂ. AGI എന്നത് നിലവിൽ ഒരു ലക്ഷ്യസ്ഥാനമാണ്. അവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. ഇന്നത്തെ AI അവിശ്വസനീയമാം വിധം ശക്തമാണ്. അതിന് കവിതകൾ എഴുതാനും രോഗങ്ങൾ കണ്ടുപിടിക്കാനും പ്രോഗ്രാമുകൾ നിർമ്മിക്കാനും ഒക്കെ കഴിയും. എന്നാൽ ഇതൊന്നും ഒരു യഥാർത്ഥ ബുദ്ധി, ഇന്റലിജൻസ് എന്നതിലുപരി മികച്ച രീതിയിലുള്ള ഡാറ്റ പ്രോസസ്സിംഗിന്റെ ഫലമാണ്. നമ്മൾ AGIയിലേക്ക് അടുക്കുന്നുണ്ടോ അതോ കേവലം മികച്ച രീതിയിലുള്ള ടൂളുകൾ നിർമ്മിക്കുകയാണോ എന്നത് ഇന്നും തർക്കവിഷയമാണ്. AGIയുടെ വരവ് എപ്പോഴായാലും അത് ലോകത്തെ മാറ്റുക മാത്രമല്ല, എന്താണ് ബുദ്ധി, എന്താണ് മനുഷ്യനായിരിക്കുക എന്നതിന്റെ അർത്ഥം തുടങ്ങിയ മൗലികമായ ചോദ്യങ്ങളെ പുനർനിർവചിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയേക്കാൾ പ്രധാനം അത് മനുഷ്യരാശിയുടെ പുരോഗതിക്കായി എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നത് കേവലം ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, അത് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള പുതിയ ഉത്തരങ്ങൾ തേടൽ കൂടിയാണ്. തീ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ അതിന്റെ ഗുണവും ദോഷവും അനുഭവിച്ചു. ചക്രം കണ്ടുപിടിച്ചപ്പോൾ ദൂരങ്ങൾ കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതെയായി. അതുപോലെ AGI നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കും എന്നതിൽ സംശയമില്ല. യന്ത്രങ്ങൾ ബുദ്ധിമാന്മാരാകുന്നത് നല്ലതാണ്, പക്ഷെ മനുഷ്യർ തങ്ങളുടെ വിവേകം കൈവിടാതിരുന്നാൽ മാത്രം മതി. AGI എന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ നമ്മൾ എങ്ങനെ നയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.